രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പാറു, എന്താ? നാളെ കോളേജിൽ പ്രാക്ടിക്കൽ എക്സാം ഉള്ളതാ. അതിന് ഫീസ് അടയ്ക്കണം. നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? അയ്യോ, എന്റെ കയ്യിൽ എവിടുന്നാ ചേട്ടാ? ആകെ ഉണ്ടായിരുന്ന 1000 രൂപയാ കവറിംഗ് ചെയിൻ വാങ്ങിക്കാൻ ഞാൻ ചേട്ടന് തന്നത്. അച്ഛനോടും അമ്മയോടും ചോദിച്ചാ പോരെ? അത് പിന്നെ അവരോട് ചോദിച്ചാ ആരോടെങ്കിലും കടം വാങ്ങലേ ഉള്ളൂ. അതുകൊണ്ടാ മോളോട് ചോദിച്ചത്. എന്റെ കയ്യിലില്ല ചേട്ടാ. ചിത്ര ചേച്ചിയുടെ കയ്യിൽ കാശില്ലേ? ഇന്ന് രാത്രി കൊണ്ട് നീ ബ്ലൗസ് വെച്ച് കൊടുത്താ നാളെ ചിത്രേച്ചി കാശ് തരില്ലേ? ആ കാശ് കൊണ്ട് എനിക്ക് ഫീസ് അടയ്ക്കാം. അച്ഛൻ പിന്നെ ആരോടും കടം ചോദിക്കാൻ വേണ്ടല്ലോ. പാറു എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, ഞാൻ രാത്രി ഇരുന്ന് ബ്ലൗസ് തയ്ച്ച് ചിത്രേച്ചിക്ക് കൊടുത്ത് കാശ് വാങ്ങിച്ചു തരാം. താങ്ക്സ് പാറു. എന്നാ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. എനിക്ക് നേരത്തെ എഴുന്നേറ്റ് കോളേജിൽ പോകാനുള്ളതാ. ഞാൻ പോയി ഉറങ്ങുവാണേ. ശരി ഏട്ടാ. പാറു, നീ എന്തിനാ ഇപ്പൊ തന്നെ തുന്നാനിരിക്കുന്നേ? ചിത്ര ചേച്ചി നാളെ രാവിലെ തയ്ച്ചാ മതിയെന്ന് സമ്മതിച്ചതല്ലേ? അത് പിന്നെ ചിത്ര ചേച്ചി ഈ രാത്രിയില് വീട് വരെ വന്ന് ചോദിച്ചതല്ലേ. 1-2 ബ്ലൗസെങ്കിലും തയ്ച്ചു വെച്ചില്ലെങ്കില് മോശല്ലേ? ചേച്ചി പോയി കിടന്നു. ഈ കാലുവേദനയും കൊണ്ട് നീ എങ്ങനെയാ മോളെ തയ്ക്കുക? അതൊന്നും സാരമില്ല ചേച്ചി. എന്നാലും മോളെ പാറു, ചേച്ചി പോയി കിടന്നോ പ്ലീസ്. ഞാൻ വേഗം തയ്ച്ചു തീർന്നിട്ട് വന്ന് കിടന്നോളാം. ചെല്ല് ചേച്ചി. നിന്റെ ഇഷ്ടം പോലെ ചെയ്. നല്ല കാലുവേദനയാണല്ലോ. എന്റെ കാലുവേദനയെക്കാളും വലുത് ചേട്ടന്റെ പഠിപ്പാ. എത്ര നേരമായി കാത്തേക്കുന്നേ. ഇവളിത് എവിടെ പോയിരിക്കുക? മോശം പിടിക്കാൻ. ഇനി കാശ് കിട്ടിക്കാണില്ലേ? സമയം കുറേയായി. ഇപ്പോഴങ്ങനെ വരുമെന്നോ? കൊറേ നേരം ആയല്ലോ. ഇനി നിന്റെ അനിയത്തിക്ക് വേണ്ടി എത്ര നേരം കാത്തു നിൽക്കണം? നീ എന്തായാലും ക്ലാസ്സിൽ കയറാൻ പോകുന്നില്ലല്ലോ. എടാ, പ്രേമിക്കാൻ തീരുമാനിച്ചാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ഷമയോടെ കാത്തു നിൽക്കണം. നീ പ്രേമിക്കുന്നതിന് ഞാൻ എന്തിനാണ് കാത്തു നിൽക്കുന്നത്? മച്ചാ, നീ എന്റെ കൂട്ടുകാരനല്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടതേ നിന്റെ ഡ്യൂട്ടിയാ. നീ മിണ്ടാതെ ഇവിടെ നിൽക്ക്. അല്ല, നീ എന്താ അത്ര ലേറ്റ് ആയത്?
അവര് പോവാൻ വേണ്ടി ഒരുങ്ങായിരുന്നു. ആ വേഗം കാശാ. അല്ല, ചേട്ടന് എത്ര കാശാ വേണ്ടേ? എന്താ ഒരു ചോദ്യം ചെയ്യലൊക്കെ? കാശുണ്ടെങ്കിൽ തന്നാ പോരെ? അയ്യോ, അതല്ല ചേട്ടാ, എന്റെ കയ്യിൽ ആകെ 600 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി കാശിന് എന്ത് ചെയ്യുന്ന അറിയാത്തോണ്ട് ചോദിച്ചതാ. 600 രൂപ പോരാ, പക്ഷേ ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും കോളേജ് പിള്ളേരുടെ കൈയും കാലം പിടിച്ച് ഒപ്പിച്ചോളാം. പിന്നെ വേണ്ടത് മോൾ അറേഞ്ച് ചെയ്ത് തന്നാ മതി. ശരി, നീ ഉള്ള കാശ് വേണ്ട. അനൂപേ, നീ വണ്ടി എടുക്ക. വാ കേറ്. വേഗം. മോളെ, ഇതൊന്നും അച്ഛൻ അറിയല്ലേ കേട്ടോ? ശരി, ഞാൻ പോയിട്ട് വരാം. ശരി. മോളെ, നീ ഇതെങ്ങോട്ട് പോയതാ? ആ, ചിത്ര ചേച്ചിക്ക് ബ്ലൗസ് കൊണ്ടുപോയി കൊടുക്കാൻ പോയതാ അച്ഛാ. അതെ, ഞാനൊന്നും കാണുന്നില്ലെന്ന് കരുതരുത്. ചേട്ടനെ ചേച്ചിക്ക് വേണ്ടി നീ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തോന്നില്ലേ മോളെ? അതിലൊക്കെ എന്തിരിക്കുന്നു അച്ഛാ? നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കില് ചേട്ടന് നല്ലൊരു ജോലി കിട്ടണ്ടേ? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചേട്ടന്റെ പഠിപ്പിനെ സഹായിക്കാനല്ലേ എനിക്ക് പറ്റൂ. ചേട്ടൻ രക്ഷപ്പെട്ടാ നമ്മുടെ കുടുംബം തന്നെ കരകയറില്ലേ? കുറച്ചു കാലത്തിനുള്ളില് ചേച്ചിയുടെ കല്യാണം കൂടി കഴിഞ്ഞാ പിന്നെ ആർക്കും വേണ്ടി ഒന്നും ചെയ്യാനില്ലല്ലോ. അച്ഛനും അമ്മയും ഞാനും മാത്രല്ലേ ഉള്ളൂ. നമുക്ക് കഞ്ഞി കുടിച്ചാണെങ്കിലും സുഖമായിട്ട് ജീവിക്കാമല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കില് എനിക്കത് മതി, വേറെ ഒന്നും വേണ്ട. നീ ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചു പോയല്ലോ മോളെ. നീ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ കുടുംബത്തെക്കുറിച്ച് ഒരു ടെൻഷനും ഉണ്ടാവില്ലായിരുന്നു. അതിന് ചേട്ടനുണ്ടല്ലോ. ചേട്ടൻ അച്ഛനെ പൊന്നുപോലെ നോക്കും. അവൻ എന്നെ നോക്കുവൊന്നും വേണ്ട, അവന്റെ പെങ്ങന്മാരെ അമ്മയെ നോക്കിയാ മതി. അതൊക്കെ ചേട്ടൻ നോക്കിക്കോളൂ അച്ഛാ. അതാ, നീ വേഗം വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. അമ്മ നിന്നെയും കാത്തിരിപ്പുണ്ടാവും. ശരി അച്ഛാ. നീതു, എന്താ അവസ്ഥ? പാറ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്നാ തോന്നുന്നേ. എന്നാ കേറാം. അയ്യോ, ഞങ്ങള് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ പണികളെല്ലാം തീർത്തു വെച്ചേക്കണം. മനസ്സിലായോടി? പശുവിന് തീറ്റയും വെള്ളവും കൃത്യമായിട്ട് കൊടുത്തേക്കണം. ഇതൊന്നും ചെയ്തില്ലെങ്കിലേ തിരിച്ചു വരുമ്പോഴേ നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. എന്തിനാ അമ്മേ അവള് വെറുതെ കുറ്റം പറയാ? അയ്യോ, ഒത്താശക്കാരി വന്നല്ലോ. അവള് ചെയ്തോളൂ അമ്മേ. അയ്യോ, ചെയ്യും ചെയ്യും ചെയ്യും. ഇവളുടെ ചെയ്ത്തൊക്കെ ഞാൻ ശരിക്കും കാണുന്നതാ. എടി, പറഞ്ഞത് മനസ്സിലായോ? എന്റെ കോവ് വന്നിട ഇങ്ങോട്ട്. സമയം പോയി. നിക്കുന്ന കണ്ടില്ലേ, കള്ള ലക്ഷണം അവക്ക്. ഭാഗ്യത്തിനാ നമ്മൾ രക്ഷപ്പെട്ടത്. ഇവന്റെ വാക്കും കേട്ട് നമ്മൾ അകത്ത് പോയിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടുപോയനെ. അമ്പാടി, ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. വാ, നമുക്ക് പോവാം. അമ്പാടി, നിങ്ങളിത് എവിടെ പോവാ? അകത്തേക്ക് വാ. കേറി വരണം തന്നെ വിചാരിച്ചിരുന്നേ, പക്ഷെ ദേവകിയമ്മയെ കണ്ടപ്പോ ധൈര്യം പോയി. നീ വേഗം വീട് പൂട്ടിയിട്ട് വാ, നമുക്ക് പോവാം. എങ്ങോട്ട് പോവാനാ? സുന്ദരേഷന്റെ തോട്ടത്തിലേക്ക്. അങ്ങോട്ടേക്ക് എന്തിനാ പോകുന്നേ? കാരണം പറഞ്ഞാലേ നീ വരത്തുള്ളോ? സുന്ദരേശൻ ഭാര്യയും കൂട്ടി ടൗൺ വരെ പോയിരിക്കുക. തിരിച്ചു വരാൻ 2 ദിവസം എടുക്കും. അതിന് ഇടയ്ക്ക് സംസാരിക്കല്ലേ. ആ തോട്ടത്തില് മുന്തിരി നിക്കുന്നതൊന്ന് കാണണം. ഇപ്പൊ തോട്ടത്തിൽ പോയാ ആരും കാണാതെ ആവശ്യത്തിന് മുന്തിരി പറിച്ച് തിന്നാം. നീ വരുന്നുണ്ടോ ഇല്ലയോ?